പഴക്കും ബഹളവും പിന്നെ പോട്ടേന്ന് വെക്കാം. ചാവാനുള്ള ഒരു ചത്തേ പറ്റൂ. പക്ഷെ അതിന്റെ ഇടയിൽ ഈ നശിച്ച പോലീസ് കാവലാ ചതിയായി പോയത്. അതെന്താ ചേട്ടാ? ആൾക്കാര് പണ്ടത്തെ പോലെ പുറത്തിറങ്ങി നടക്കാതെ എങ്ങനെയാടാ ക്രയവിക്രയം നടക്കുക? ക്രയവിക്രയോ? ആ, പണയപ്പാടുമായിട്ട് വരിക, കടം മേടിക്കുക, പലിശയും മുതലും തിരിച്ചടക്കുക, വീണ്ടും പണയം വെക്കുക. ക്രയവിക്രയം നടന്നാലല്ലേ പെട്ടിയിൽ 10 പുത്തം വീഴത്തുള്ളൂ. അഞ്ഞിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടായി പോയല്ലോ എന്റെ കർത്താവേ. കുടിക്കാൻ കാപ്പിയോ മറ്റോ എടുക്കണോ? ഇവിടെ ആർക്കൊന്നും വേണ്ട. ഇനി അതും കൂടി കുടിച്ച് മുടിപ്പിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. കാപ്പി ആർക്ക് തിന്നാനാ നിങ്ങൾ ഈ മുക്കിഞ്ഞരിക്കും സമ്പാദിക്കുന്നത്? നിന്റെ അമ്മയുടെ 40 അടിന്റെ അടുത്ത് പാച്ചോറ് വെക്കാൻ. വെറുതെ അല്ല കർത്താവ് തമ്പുരാൻ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം തരാത്തത്. ദൈവാനുഗ്രഹം കൊണ്ട് അത്രയും പണച്ചെലവ് കുറഞ്ഞു എന്ന് കരുതുകയല്ല വേണ്ടത്. ശവം പള്ളിയായ പള്ളിക്കൊക്കെ നേർന്നോളും ഗർഭം ഉണ്ടാവാൻ, മുടിപ്പിക്കാൻ. എടാ മക്കളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടത്തെ വഴക്കും ബഹളവും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തീർക്കണ്ടേ? തീർന്നു കിട്ടിയാൽ നല്ലതാണ്. അതിനൊക്കെ മെനക്കെടാ ഇവിടെ ആർക്കാ സമയം? ആർക്കുമില്ലെങ്കിൽ എനിക്കുണ്ടടാ. ആചാരുടെ ബാപ്പയും ആ രാമണി നായരുടെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ചാ ഈ മണ്ണിൽ ആദ്യം കുടിയേറി പാർത്തത്. അന്നിവിടെ ജാതി മതവും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ സന്തതി പരമ്പരകള് ചേരി തിരിഞ്ഞ് തമ്മിത്തല്ലി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കാർക്കും ആരോടും ശത്രുതയില്ല. പക്ഷേ അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും വന്ന താന്നു കൊടുക്കാൻ പറ്റൂല. ഈ ജമ്മത്ത് പറ്റൂല. അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും ആരും വരില്ലെങ്കിൽ വരില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു പരസ്പര ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങോട്ടൊരാക്രമണത്തിന് മുതിരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഉറപ്പാണ് മോനെ. ഉറപ്പാണ്. അവർക്ക് രണ്ടു കൂട്ടർക്കും സമരിയാവാൻ സമ്മതമാണെങ്കിൽ പിന്നെ നമ്മൾ സത്യവിശ്വാസികൾക്ക് എന്നതാ എതിർപ്പ്? ആ പലിശ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ, തിരുത്താൻ തയ്യാറായ മനസ്സും പൊരുത്തപ്പെടാൻ തയ്യാറായ മനുഷ്യരും. ഇനി ഇവിടെ സമാധാനത്തിന് കാക്കിയുടെ കാവൽ വേണ്ട സാർ. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ദയവായി ഇവിടെ നിന്ന് പോലീസിനെ പിൻവലിക്കണം സാർ. എന്താ എല്ലാരും സമ്മതിച്ചല്ലോ? ഞങ്ങൾ പൊരുത്തപ്പെടാൻ തയ്യാറാണ് സാർ. വഴക്കനും വയ്യാവേരിക്കും ഇനി ഞങ്ങളില്ല. നളിനിയുടെ കല്യാണം കഴിഞ്ഞത് ജയിലിൽ വെച്ചറിഞ്ഞു. അന്നേ ഉറപ്പിച്ചതാ ഇങ്ങോട്ടിന് വരരുതെന്ന്. പക്ഷേ നീ, അമ്മ, അച്ഛൻ എല്ലാരെയും ഓർത്തപ്പോ വേണ്ടായിരുന്നു. ഇനി ഞാനിവിടെ വന്നിട്ട് കാര്യമില്ല മോളെ. എന്നെ ആർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. എങ്ങോട്ടാ ചേട്ടാ? അറിയില്ല, എങ്ങോട്ടെങ്കിലും പോകണം. നിന്നോട് മാത്രമേ പറയാനുള്ളൂ. മോള് പോയിക്കോ. എന്റെ ചേട്ടാ, നമ്മുടെ ഈ നാട്ടുകാരി ഇനി ഇതുപോലെ സ്വരുമയോടുകൂടി കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. ഒക്കെ അവിടത്തേക്ക് ഈശ്വര, ഈ സമാധാനം ഒന്ന് നിലനിന്ന് കണ്ടാ മതിയായിരുന്നു. ചതിച്ചു എന്ത് പറ്റി? പിന്നെ അടിയും പിടി ബഹളം. ഭഗവാനെ, ചുറ്റിക്കാശ് പിരിക്കാൻ ചെന്ന പത്രോസേട്ടന് ഷാപ്പുകാരെ കുട്ടിയാണ് കുട്ടി. ഈശ്വര, കറിയായും പാപ്പിയും കുഞ്ഞുവർക്കി ചേട്ടനും കൂടി പള്ളിമണി അടിച്ച ആളെ കുട്ടിയാണ്. രാവുണ്ണിയായിരം ആളുകളും കുട്ടിനാണുവിന്റെ ഭാഗത്താണ്. പോലീസിനും ആള് പോയിട്ടുണ്ട്. ദൈവമേ, ഇത് നമ്മുടെ രാജ്യമാണ്, ഹിന്ദു രാജ്യമാണ്. ബുദ്ധനും രാമനും ഭരിച്ച രാമരാജ്യമാണ്. ഇവിടെ മറ്റൊരു മതത്തിനും ഹിന്ദു മതത്തിന്റെ പ്രസക്തിയില്ല. നമ്മുടെ രക്തം ചിന്തിയിട്ടായാലും നമ്മുടെ വികാരങ്ങളും സ്വാതന്ത്ര്യവും നാം സംരക്ഷിച്ചെടുക്കണം. അതിന് നാം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ? ഹിന്ദു
ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലാണ് വഴക്കും ബഹളം എന്ന് കരുതി നമ്മൾ സാരമാക്കാണ്ടിരുന്നൂടാ. ആ കള്ളക്കാഫറിങ്ങള് പഴയ വൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചു കൂടുന്നില്ല. കരുതി നിൽക്കണം. ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ. ഓം കളി, 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 ഓം കളി. തൊട്ട് കളിച്ചെന്നാൽ പള്ളി തൊട്ട് കളിച്ചെന്നാൽ പള്ളി തൊട്ട് കളിച്ചെന്നാൽ പള്ളി തൊട്ട് കളിച്ചെന്നാൽ എന്റെ ദൈവമേ, ഇവരെ രക്ഷിക്കാൻ ആരെ കൊണ്ടുപോകും? ഇടുത്തിയും പേമാരിയും വീണ് പേരോടെ നശിച്ച് ഇവരിനി പഠിക്കൂ. മനം നൊന്തുരുവിട്ട ആ ശാപവരസ്സുകൾ സത്യമായി. മനുഷ്യന്റെ തിന്മ കണ്ട് ഈശ്വരന്റെ മനസ്സുരി. ആ കണ്ണുനീർ ശാപത്തിന്റെ പേമാരിയായി ഒഴുകി. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. അവൻ ആകാശത്തു നിന്ന് അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആകാശത്തിന്റെ കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സകലതിനെയും നശിപ്പിക്കാൻ അവൻ ഭൂമിയിൽ പ്രളയം വരുത്തി. അന്ന് ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു.
ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ പേമാരിയിലും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും തൊടുപുഴയ്ക്കടുത്ത് നങ്ങ്യാർതൊടി കുടിയേറ്റ കോളനി ആകെ നശിച്ചുപോയി. പരിസര പ്രദേശങ്ങളാകെ വെള്ളത്തിൽ മുങ്ങി. പാടശേഖരങ്ങളും വൻമരങ്ങളും കുത്തിയൊഴുകിയ വെള്ളത്തിൽ ഒലിച്ചുപോയി. മലയിടിഞ്ഞു വീണ് നിരവധി വീടുകൾ തകർന്നു. 100-ലേറെ പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. മൃതദേഹങ്ങൾക്കും നാശാവശിഷ്ടങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഈ സമയത്തും തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട കോളനി നിവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു. നിസ്സഹായരായി പ്രത്യാശയത്തിൽ നിൽക്കുന്ന നിങ്ങളെക്കുറിച്ച് നമ്മുടെ സർക്കാരിന് അഗാധമായ ദുഃഖമുണ്ട്. ഈ ക്യാമ്പ് താൽക്കാലികമാണെന്ന് അറിയാമല്ലോ. എന്നാലും ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. 100 കണക്കിനടി ആഴത്തിലിവിടെ മണ്ണിളകി പോയിട്ടുണ്ട്. സമീപഭാവിയിൽ ഒരു പുനരധിവാസം ഇവിടെ സാധ്യമല്ല. അടുത്തുള്ള അധിവാസ യോഗ്യങ്ങളായ സ്ഥലങ്ങളെല്ലാം വിവിധ കോളനികൾക്കായി പതിച്ചു കൊടുത്തു പോയതാണ്. നിങ്ങളെ മാറ്റി താമസിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സ്ഥലം ഇവിടെ നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള കണിയാൻ കുന്നിലെ പുറമ്പോക്ക് താഴ്വരയാണ്. ആ സ്ഥലം ഗവൺമെന്റ് നിങ്ങളുടെ പേരിൽ പതിച്ചു തരും. അവിടെ എത്തിച്ചേർന്നാൽ വീടുകൾ വയ്ക്കുവാനും കൃഷി ഇറക്കാനുമുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകും. അവശേഷിക്കുന്ന സ്വത്ത് സമ്പാദ്യങ്ങളും കന്നുമാടുകളുമായി നിങ്ങൾ ഉടനെ പുറപ്പെടണം. നിങ്ങളിൽ ഒരാൾ ആ യാത്രയ്ക്ക് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരണം. ഞങ്ങൾ ഇവിടം വിട്ട് എവിടേക്കുമില്ല. ഒരു ചെറുനാമ്പ് പോലും കിളിർക്കാനിടയില്ലാത്ത ഈ മണ്ണിൽ കടിച്ചു തൂങ്ങുന്നത് വെറുതെയാണ്. നാളെയെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഇവിടം കൊണ്ട് തീർന്നു സാറേ. ആ ചിന്ത തെറ്റാണ്. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് നേടാനുള്ളതെന്ന പ്രത്യാശ. അതാണ് ഏറ്റവും വലിയ ബലം. അതുണ്ടെങ്കിലേ മനുഷ്യനും നാടും ദുരന്തങ്ങളെ അതിജീവിക്കും. സാറന്മാര് പറഞ്ഞത് ശരിയാണ്. ദൈവവിധിയാണ് സംഭവിച്ചത്. നമ്മൾ ഇവിടെ വിട്ടു പോയേ മതിയാവും. ഈ മലമ്പ്രദേശം 100 മേനി വിളയുന്ന ഭൂമിയാക്കി മാറ്റിയ നിങ്ങൾക്ക് തീർച്ചയായും കണിയാൻ കുന്നിന്റെ താഴ്വര പൊന്നു വിളയുന്ന ഭൂമിയാക്കി മാറ്റാൻ കഴിയും. ഞങ്ങൾ തയ്യാറാണ് സാർ.